ഇന്ന് ഓഗസ്റ്റ് 15 പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോഹണവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും. സ്വർഗീയ പ്രത്യാശയും സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വവും. ഒരു ദിവസം രണ്ട് വലിയ ആഘോഷങ്ങൾ. ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം, മറ്റൊന്ന് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ അമ്മയുടെ മഹത്വത്തിൻ്റെ തിരുനാൾ. ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ഇത് സ്വാതന്ത്ര്യ ദിനം. കത്തോലിക്ക സഭയ്ക്ക് ഇത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ വിദേശ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അതേ തീയതി ഓരോ വർഷവും സഭ പരിശുദ്ധ മറിയം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ അനുസ്മരിക്കുന്നു. ഇവ രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? അത് നമുക്കൊന്ന് നോക്കാം. ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അതൊരു പുതിയ ഉത്തരവാദിത്തത്തിന് തുടക്കമാണ്. അതുപോലെ മറിയത്തിൻ്റെ സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല എന്ന സത്യമാണ്. സ്വാതന്ത്ര്യം അത് ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കണം. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്കുള്ള പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തെയും കുറിച്ച് ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം. എന്താണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോഹണം? ആദ്യം നമുക്കത് മനസ്സിലാക്കാം. അസംഷൻ ഓഫ് മേരി എന്നത് എന്താണ്? കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ അവസാനം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. ഇത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. യേശു സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. മറിയം ദൈവത്തിൻ്റെ കൃപയാൽ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. മറിയത്തിൻ്റെ സ്വർഗാരോഹണം ക്രിസ്തീയ വിശ്വാസത്തിലെ വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. കാരണം അത് നമ്മോട് പറയുന്നു, മനുഷ്യ ശരീരം ദൈവത്തിന് വിലപ്പെട്ടതാണ്. നമ്മുടെ ഈ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവിതത്തിൻ്റെ പ്രത്യാശയുണ്ട്. മറിയം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അതെ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. മറിയത്തിൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരു വാക്ക് വളരെ പ്രധാനമാണ്. അത് അതെ എന്നാണ്. യെസ് ലോർഡ്. ദൂതൻ ഗബ്രിയേൽ മറിയത്തോട് ദൈവത്തിൻ്റെ പദ്ധതി അറിയിച്ചു. ആ നിമിഷം മറിയം ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? എന്നാൽ അവൾ ദൈവത്തിൻ്റെ പദ്ധതിയെ നിരസിച്ചില്ല. അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അവളുടെ അതെ എന്ന ഉത്തരം ലോക ചരിത്രത്തെ മാറ്റിമറിച്ചു. മറിയത്തിൻ്റെ ഗർഭത്തിൽ ദൈവപുത്രനായ യേശു മനുഷ്യനായി. മറിയത്തിൻ്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് എളുപ്പമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അവൾക്ക് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ സന്തോഷത്തിനൊപ്പം അവൾക്ക് വേദനയുണ്ടായിരുന്നു. ബത്ലഹേമിലേക്കുള്ള ദാരിദ്ര്യം, ഈജിപ്തിലേക്കുള്ള ഒരു പലായനം, മകനെക്കുറിച്ചുള്ള ആശങ്കകൾ, അവസാനം കുരിശിൻ കീഴിൽ നിൽക്കേണ്ടി വന്ന ആ ഹൃദയം നുറുങ്ങുന്ന വേദന. എന്നിട്ടും അവൾ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. മറിയത്തിൻ്റെ മഹത്വം ബത്ലഹേമിൽ മാത്രം നമുക്ക് കാണാനാവുന്നതല്ല, മറിച്ച് അവളുടെ ഏറ്റവും വലിയ ജീവിത സാക്ഷ്യം നാം കാണുന്നത് കാൽവരി മലയിലാണ്. മറ്റുള്ളവരെല്ലാം ഓടിപ്പോയപ്പോൾ മറിയം കുരിശിൻ കീഴിൽ നിന്നു. സ്വന്തം മകന്റെ വേദന കണ്ടുകൊണ്ട് അവളുടെ ഹൃദയം തകർന്നിരിക്കാം.
പക്ഷേ അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതിനാൽ മറിയത്തിന്റെ സ്വർഗാരോഹണം നമുക്ക് വെറും ഒരു ആഘോഷം മാത്രമല്ല, അത് വേദനയ്ക്ക് ശേഷമുള്ള മഹത്വത്തിന്റെ അടയാളമാണ്. കണ്ണീരിന് ശേഷമുള്ള സന്തോഷം, കുരിശിന് ശേഷമുള്ള ഉയർപ്പ്, ദുഃഖവെള്ളിക്ക് ശേഷമുള്ള ഈസ്റ്റർ ഞായർ, മരണത്തിന് ശേഷമുള്ള നിത്യജീവൻ. ഇതാണ് മറിയത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 15 മറിയത്തിന്റെ സ്വർഗീയ മഹത്വം വെളിപ്പെട്ട നാളാണ്. 1950 നവംബർ 1 പോപ്പ് പയസ് 12 മൂനിഫിഷ്യന്തിമൂസ് ദെയൂസ് എന്ന അപ്പസ്തോലിക ഭരണ പ്രഖ്യാപനത്തിലൂടെ മറിയത്തിന്റെ സ്വർഗാരോഹണം സഭയുടെ വിശ്വാസ സത്യമായി ഔദ്യോഗികമായി നിർവചിച്ചു. എന്നാൽ മറിയത്തിന്റെ സ്വർഗാരോഹണത്തിലുള്ള വിശ്വാസവും അതിൻ്റെ ആരാധന പാരമ്പര്യവും അതിനു വളരെ മുമ്പേ നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. ഓഗസ്റ്റ് 15 സഭ മറിയത്തിന്റെ ഈ മഹത്വം ആഘോഷിക്കുന്നു. മറിയം ക്രിസ്തുവിന്റെ അമ്മയാണ്. അവൾ സഭയുടെ അമ്മയായും ആദരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ തിരുനാൾ നമ്മെ ഒരു വലിയ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. മറിയത്തെ നോക്കുമ്പോൾ നാം മറിയത്തിൽ നിന്ന് തന്നെ അവസാനിക്കരുത്. മറിയം നമ്മെ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. ഇനി നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 15 മറ്റൊരു വലിയൊരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെ, ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. നിരവധി വർഷങ്ങളായുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനേകം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും ഫലമായിരുന്നു അത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഭരത് സിംഗ്, അംബേദ്കർ, അങ്ങനെ അനേകം അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവരുടെ പോരാട്ടങ്ങളും ത്യാഗങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ മറക്കാൻ പറ്റാത്ത ഭാഗമാണ്. സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ? വിദേശ ഭരണം ഇല്ലാതാകുന്നത് മാത്രമാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അല്ല, മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് ഉത്തരവാദിത്വവും ആവശ്യമാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി, പക്ഷേ നാം സ്വാർത്ഥതയിൽ നിന്ന് സ്വതന്ത്രരാണോ? വിദ്വേഷത്തിൽ നിന്ന് നാം സ്വതന്ത്രരാണോ? അഴിമതിയിൽ നിന്ന് നാം സ്വതന്ത്രരാണോ? എന്തിനേറെ ജാതി വിവേചനത്തിൽ നിന്ന് ഇന്ന് നാം സ്വതന്ത്രരാണോ? മറ്റുള്ളവരെ വെറുക്കുന്നതിൽ നിന്ന് സ്വതന്ത്രരാണോ? ദരിദ്രരെ അവഗണിക്കുന്നതിൽ നിന്ന് നാം സ്വതന്ത്രരാണോ? ഇവയെല്ലാം ചിന്തിക്കേണ്ട, നമുക്കുള്ളിൽ തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇവിടെ മറിയത്തിൻ്റെ ജീവിതം നമ്മെ സഹായിക്കുന്നു. മറിയം സ്വാതന്ത്ര്യം എങ്ങനെ അവളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചെന്ന് നാം മനസ്സിലാക്കണം. അവൾ അത് സ്വാർത്ഥതയ്ക്കായിട്ട് ഒരിക്കലും ഉപയോഗിച്ചില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് അവൾ ഉപയോഗിച്ചു. അവളുടെ സ്വാതന്ത്ര്യം ഒരു സേവനമായി മാറി. അതുകൊണ്ടാണ് അവൾക്ക് ഇപ്രകാരം പറയാൻ സാധിച്ചത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഇതാണ് മറിയത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ഭാഷയിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അവകാശമെന്നായിരിക്കാം. എന്നാൽ അത് ക്രിസ്തീയ ഭാഷയിൽ, മറിയത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ
സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മ തിരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ കഴിവാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന എൻ്റെ സ്വാതന്ത്ര്യം, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്ന എൻ്റെ സ്വാതന്ത്ര്യം, സത്യം പറയാൻ മാത്രം കഴിയുന്ന എൻ്റെ സ്വാതന്ത്ര്യം, ദരിദ്രരെ സഹായിക്കാൻ കഴിയുന്ന എൻ്റെ സ്വാതന്ത്ര്യം, അനീതിക്കെതിരെ നിൽക്കാൻ കഴിയുന്ന എൻ്റെ സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യം പല മതങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും നാടാണ്. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകൾ, ബുദ്ധമത വിശ്വാസികൾ, ജൈനർ, പാഴ്സികൾ, അങ്ങനെ മറ്റനേകം പാരമ്പര്യങ്ങൾ. ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യത്തിലാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇന്ത്യയെ സ്നേഹിക്കുക എന്നത് മറ്റുള്ളവരെ ഒഴിവാക്കുക എന്നല്ല, മറിച്ച് നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക. അവൻ്റെ മതം എന്തു തന്നെ ആയാലും, അവൻ്റെ ഭാഷ എന്തു തന്നെ ആയാലും, അവൻ്റെ ജാതി എന്തു തന്നെ ആയാലും, അവൻ ദരിദ്രനായിക്കോട്ടെ സമ്പന്നനായിക്കോട്ടെ, ഓരോ മനുഷ്യൻ്റെയും മാന്യതയെ ബഹുമാനിക്കുക. ഇതാണ് നമ്മുടെ രാജ്യത്തിനുള്ള ഒരു വലിയ ക്രിസ്തീയ സാക്ഷ്യം നമുക്ക് നൽകാൻ കഴിയുക. മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ത്യക്കായിട്ട് പഠിക്കാവുന്ന മറ്റൊരു വലിയ പ്രാർത്ഥനയാണ് മഗ്നിഫിക്കാത്ത്. അതിലവൾ ഇപ്രകാരം പാടി: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അവൾ തുടർന്ന് പറയുകയാണ്: ദൈവം താഴ്മയുള്ളവരെ ഉയർത്തുന്നു, വിശക്കുന്നവർക്ക് നന്മകൾ നൽകുന്നു, അവൻ തൻ്റെ ജനത്തെ കരുണയോടെ നോക്കുന്നു. ഈ ഗാനം ദരിദ്രരെയും ചെറിയവരെയും മറന്നു പോകരുതെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം നമ്മുടെ കൈകളിൽ പതാക ഉയർത്തുമ്പോൾ, നമ്മൾ ജയ് ഹിന്ദ് എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെയും നമുക്ക് ഓർക്കാൻ കഴിയണം. വിശപ്പോടെ കഴിയുന്ന കുട്ടിയെ, അല്ലെങ്കിൽ വീടില്ലാത്ത മനുഷ്യരെ, ഏകാന്തമായ വയോധികരെ, രോഗബാധിതരെ, അവസരം ലഭിക്കാതെ അലയുന്ന യുവജനതയെ, നമ്മുടെ സമൂഹത്തിൻ്റെ അരിരുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ, നമ്മുടെ രാജ്യത്തെ കാത്തുപരിപാലിക്കുന്ന സൈനികരെ. ഒരു രാജ്യത്തിൻ്റെ മഹത്വം അതിൽ ഏറ്റവും ശക്തമായ ആളുകളെ മാത്രം നോക്കിയല്ല നാം അളക്കേണ്ടത്. അതിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിലാണ് അതിൻ്റെ മഹത്വം നാം കാണേണ്ടത്. ക്രിസ്ത്യാനികൾ ഇന്ത്യയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, സത്യസന്ധമായ ജീവിതത്തിലൂടെ, ഈ രാജ്യത്തിലെ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ, നികുതി സത്യസന്ധമായി ഗവൺമെൻറ്റിന് നൽകുന്നതിലൂടെ, നമ്മുടെ മുൻപിൽ അടമാടുന്ന അഴിമതിയെ നിരസിക്കുന്നതിലൂടെ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലൂടെ, നമ്മുടെ ചുറ്റുമുള്ള ദരിദ്രരെ സഹായിക്കുന്നതിലൂടെ, നമ്മുടെ ജോലിയെ ഉത്തരവാദിത്തോടെ നമ്മൾ ചെയ്യുന്നതിലൂടെ, നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിലൂടെ, രാജ്യത്തിനായി നല്ല പൗരന്മാരാകുന്നതിലൂടെ, ഇതാണ് യഥാർത്ഥമായ രാജ്യസ്നേഹം എന്ന് പറയുക. മറിയത്തിൻ്റെ സ്വർഗാരോഹണം നമ്മെ സ്വർഗത്തിലേക്കുള്ള പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം നമ്മെ ഭൂമിയിലെ ഉത്തരവാദിത്തത്തിലേക്കാണ് നയിക്കുക. ഇവ രണ്ടും ചേർന്ന് ഒരു മനോഹരമായ സന്ദേശം നമുക്ക് നൽകുന്നു. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മുടെ ലക്ഷ്യം ഈ ലോകം മാത്രമല്ല. നാം രാജ്യത്തെ സ്നേഹിക്കുന്നു, പക്ഷേ ദൈവത്തെ അതിലും കൂടുതലായിട്ട് നാം സ്നേഹിക്കുന്നു. നാം നമ്മുടെ രാജ്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നു, പക്ഷേ നിത്യരാജ്യത്തിനായിട്ട് നമ്മൾ അനവരതം പ്രവർത്തിക്കുന്നു. ഈ ഓഗസ്റ്റ് 15 നമുക്ക് പരിശുദ്ധ മറിയത്തോട് ഇന്ത്യക്കായിട്ട് മുറുവിളിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകട്ടെ. മതങ്ങൾക്കിടയിലെ വലിയൊരു സൗഹൃദം വളരട്ടെ. ജാതിയുടെയും ഭാഷയുടെയും പേരിലുള്ള വിദ്വേഷവും കൊലപാതകങ്ങളും ഇല്ലാതാകട്ടെ. ദരിദ്രർക്കും ദുർബലർക്കും തുല്യമായ നീതി ലഭിക്കട്ടെ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ജ്ഞാനം ലഭിക്കട്ടെ. നമ്മുടെ യുവാക്കൾക്ക് നല്ല ഒരു ഭാവി ലഭിക്കട്ടെ. നമ്മുടെ എല്ലാം കുടുംബങ്ങള് വളരെ സ്നേഹത്തിൽ വളരട്ടെ. നമ്മുടെ രാജ്യത്ത് സത്യവും നീതിയും വളരട്ടെ. മറിയം തൻ്റെ മകനായ യേശുവിനെ ഹൃദയത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ, ഇന്ത്യമെന്ന മഹാരാജ്യത്തെ സമർപ്പിക്കട്ടെ. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ എൻ്റെ രാജ്യത്തിന് എന്താണ് നൽകുന്നത്? ഞാൻ സ്നേഹമാണോ അതോ വിദ്വേഷമാണോ നൽകുന്നത്? സമാധാനമാണോ സത്യസന്ധതയാണോ ഞാൻ നൽകുന്നത്? വ്യാജ വാർത്തകളോ അതോ വിഭജനമോ അതോ അഴിമതിയാണോ ഞാൻ നൽകുന്നത്? മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കലാണോ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കുന്നത്? മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നൽകിയ സ്വാതന്ത്ര്യം സ്നേഹത്തിനായി, സ്നേഹിക്കാനായിട്ട് ഉപയോഗിക്കണം. മറിയത്തിൻ്റെ സ്വർഗാരോഹണം നമ്മെ ഒരു ദിവസം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവമാണ്. ഇന്ന് നാം ഭൂമിയിൽ ജീവിക്കുന്നു. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ച ജോലികൾ നമ്മൾ ചെയ്തു തീർക്കുന്നു. പക്ഷേ ഒരു ദിവസം ഈ ഭൂമിയിലെ യാത്ര നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മുടെ കൈവശമുള്ള പണവും പദവിയും പ്രശസ്തിയും ഒന്നും നമ്മോടൊപ്പം വരില്ല. നമ്മോടൊപ്പം വരുന്നത് നാം സ്നേഹിച്ചോ, നാം ക്ഷമിച്ചോ, നാം സേവിച്ചോ, നാം വിശ്വാസത്തിൽ ജീവിച്ചോ എന്ന ചോദ്യങ്ങളുടെ ഒരു വലിയ നീണ്ട നിരയാണ്. മറിയം നമ്മെ ആ നിത്യ ലക്ഷ്യത്തിലേക്ക് നോക്കാനായിട്ട് ഇന്നേ ദിവസം ക്ഷണിക്കുന്നു. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം, പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. മഹത്വപൂർണമായ 2 ആഘോഷങ്ങൾ, 2 വ്യത്യസ്ത ചരിത്രങ്ങൾ, പക്ഷേ ഒരു മനോഹരമായ ആത്മീയ സന്ദേശം. അത് സ്വാതന്ത്ര്യം ഉത്തരവാദിത്വമായി മാറണം. വിശ്വാസം സ്നേഹമായി മാറണം. സ്നേഹം സേവനമായി മാറണം. സേവനം ദൈവത്തിങ്കിലേക്ക് നയിക്കണം. ഇന്ന് നാം ഇന്ത്യൻ പതാകയെ ആദരിക്കുമ്പോൾ സ്വർഗീയ മഹത്വത്തിൽ നിൽക്കുന്ന പരിശുദ്ധ മറിയത്തെയും നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ സുരക്ഷമായി കാത്തുപരിപാലിക്കുന്ന എല്ലാ സൈനികർക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയമേ, നിന്റെ സ്വർഗാരോഹണത്തിൻ്റെ മഹത്വത്തിന് ഞങ്ങൾ സന്തോഷിക്കുന്നു. നിന്റെ മകനായ യേശുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കായി നീ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ എന്ന രാജ്യത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കട്ടെ. ജനങ്ങൾ തമ്മിൽ സ്നേഹവും സഹോദരത്വവും വളരട്ടെ. ദരിദ്രരെയും ദുർബലരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ നേതാക്കൾക്ക് ജ്ഞാനവും സത്യസന്ധതയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവാക്കൾക്ക് നല്ലൊരു ഭാവി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ സമാധാനം നിലനിർത്തണമേ. ഞങ്ങളെ നല്ല ക്രിസ്ത്യാനികളായിട്ടും നല്ല ക്രിസ്തുവിൻ്റെ മക്കളായിട്ടും ഒരു നല്ല ഇന്ത്യൻ പൗരനുമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മറിയമേ, ഇന്ത്യയെ നിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഇന്ത്യക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം ലഭിക്കട്ടെ. ആമേൻ. ജയ് ഹിന്ദ്.